അങ്ങനെ ഫൈനലി ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ മാരേജ് ആവാനായിട്ടോ. അതിൻ്റെ തലേ ദിവസം നൈറ്റ് മെഹന്തി ഇടലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവളെ വൈറലാക്കരുതെന്നാണ് പറയണത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മെഹന്തി ഇട്ടു. പിറ്റേ ദിവസം രാവിലെ തന്നെ ചായക്കടയിൽ കയറി ചായ കോഫി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ച് ഒരു വടിയും കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ ഞങ്ങൾ 4 പേരാണ് ആദ്യം എത്തിയത്. പിന്നെ ബാക്കിയുള്ളവരും കൂടെ വന്നു. നമ്മൾ മൊത്തം 12 പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് പ്ലാറ്റ്ഫോമിൽ പോയി നേരെ ട്രെയിനിൽ കയറി. സംഭവം ആദ്യം നല്ല തിരക്കുള്ള ട്രെയിനായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കയറി കുറച്ച് കഴിയുമ്പോഴത്തേനും തിരക്കൊക്കെ ഒഴിഞ്ഞ് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലുഡോ ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. എങ്ങനെയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മൾ നേരെ ട്രിവാൻഡ്രം എത്തി. അവിടെ എത്തിയത് നമ്മൾ ആദ്യം വെള്ളം വാങ്ങാനാണ് കേട്ടോ പോയത്. പിന്നെ നേരെ അവിടെ നിന്ന് ഊബർ വിളിച്ചു. നമ്മൾ മൊത്തം 12 പേരുണ്ടായിരുന്നുകൊണ്ട് തന്നെ 2 ഊബറിലാണ് ആയിട്ടാണ് കേട്ടോ പോയത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ കല്യാണ വീട്ടിലെത്തി. അവിടെ നിന്ന് ചായയും കോഫിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി നേരെ റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു. റൂമിൽ കയറി ഫ്രഷായി. അങ്ങനെ എല്ലാവരും ഫ്രഷായി വരാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഈ തല തിരിഞ്ഞു അതിൻ്റെ ഇടയിൽ തല തിരിഞ്ഞിട്ടൊക്കെ ചിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ ടൈമായപ്പോൾ നമുക്കുള്ള വണ്ടിയൊക്കെ വന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ ഷീ ഈസ് ദ ബ്രൈഡ് സ്റ്റിക്ക് പോലും ഇടാതായിട്ട് ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്കും പരിപാടികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെക്കൻ്റെ പെണ്ണിൻ്റെ ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. മാരേജ് ഡേക്കുള്ള ഡാൻസിൻ്റെ പ്രാക്ടീസ് ആയിരുന്നു. ഡാൻസൊക്കെ പിന്നെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളിയായിരുന്നു രണ്ടുപേരും. ഈ ചെറുക്കൻ മെഹന്തി ഇടാന്നുള്ള പേരിൽ എൻ്റെ കയ്യിൽ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.